ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമുക്ക് നമ്മുടെ 6th ചാപ്റ്ററായ റീഡിംഗ് മാപ്സ് പഠിക്കാം. ഇവിടെ ഫസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്ന ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാം. 1999 മെയ് 7 യൂഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിലുള്ള ചൈനീസ് എംബസി ഒരു ബോംബിംഗ് അറ്റാക്കിൽ നശിക്കപ്പെടുന്നു. 3 ഓഫീസേഴ്സ് കൊല്ലപ്പെടുകയും കുറച്ചു പേര് അപകടം പറ്റുകയും ചെയ്തു. ഇതിലൂടെ കാണിക്കുന്നത് അവരുപയോഗിച്ചിരുന്ന മാപ്പ് കാലഹരണം സംഭവിച്ചതായിരുന്നു എന്നതായിരുന്നു. പഴയ മാപ്പ് ഉപയോഗിച്ചിരുന്നു. ആ മാപ്പിൽ ഈ പ്ലേസസ് അടയാളപ്പെടുത്താത്തതായിരുന്നു. കൂടാതെ പുതിയ മാപ്പ് ആയിരുന്നെങ്കിൽ നമുക്ക് ഈ എംബസി നിന്നിരുന്ന സ്ഥലം മനസ്സിലാക്കാം എന്നും കൂടി ഇവിടെ നമുക്ക് കാണാം. Then അതിനടിയിൽ you have read about the mistaken bombing and its cause. Now you might have understood the importance of maps and the accuracy of the information of the maps. മാപ്സ് എല്ലായ്പ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം എന്നതാണ് ഇത് കാണിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ് ആർ യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. വ്യത്യസ്ത തരത്തിലുള്ള മാപ്പാണ് ഇവിടെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഭാഗത്ത് 6 മാപ്സിന്റെ പിക്ചേഴ്സും അതിന്റെ നെയിംസും മെൻഷൻ ചെയ്തിരിക്കുന്നു. അതിനെ ബേസ് ചെയ്ത് നമുക്ക് അതിന്റെ യൂസസ് കണ്ടെത്തേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ പൊളിറ്റിക്കൽ മാപ്പ്, ദെൻ ഹിസ്റ്റോറിക്കൽ, ലാൻഡ് യൂസ് മാപ്പ്, മിലിറ്ററി മാപ്പ്, ആസ്ട്രോണമിക്കൽ മാപ്പ് ആൻഡ് വെദർ മാപ്പ്. അതിനടിയിൽ അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഫോർ അണ്ടർസ്റ്റാൻഡിങ് ലാൻഡ് യൂസ്, for the study of celestial bodies. Celestial bodies means the object of space such as sun, moon, planets and stars. For meteorological studies. Meteorological studies means it is the study of atmosphere, weather and climate. For military purposes, for understanding the political boundaries, for the study of history. ഇനി നമ്മൾ ഓരോ മാപ്പിനെയും കണ്ടെത്തേണ്ടതുണ്ട്. പൊളിറ്റിക്കൽ മാപ്പിന്റെ യൂസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ ബൗണ്ടറീസ്, ഹിസ്റ്റോറിക്കൽ മാപ്പ് ഫോർ ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി, ലാൻഡ് യൂസ് മാപ്പ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ലാൻഡ് യൂസ്, ദെൻ മിലിറ്ററി മാപ്പ് ഫോർ മിലിറ്ററി purposes, astronomical map for the study of celestial bodies, weather map for meteorological studies. Next, Kerala soil map and Kerala physiography map. Compare given maps of Kerala. Are the information included in both the same maps? അപ്പോൾ 2 ഇൻഫോർമേഷൻ ആണ് ഇവിടെ. ഒരെണ്ണം സോയിലിന്റെ, ഒന്ന് ഫിസിയോഗ്രഫിയുടെയും. ഈ രണ്ടും ഒരു മാപ്പിൽ ആക്കിയാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. മാപ്പ് എ depicts soil and B is physiography. What might happen if both soil type and physiography are incorporated in the same map? അതിന്റെ ആൻസർ, ഇൻക്ലൂഡിംഗ് ഡിഫറെന്റ് ഇൻഫോർമേഷൻ ഇൻ ദ സെയിം മാപ്പ് വിൽ ക്രിയേറ്റ് കൺഫ്യൂഷൻ ഇൻ റീഡിംഗ് ഇറ്റ്. That is why different information are plotted in different maps. Next, maps depicting specific themes are known as thematic maps. അതൊരു എക്സാം ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് thematic maps? Maps depicting specific themes are known as thematic maps. Example, Kerala soil map, physiography map, military map, etc. Next, classification of maps based on function. Based on function, maps can be classified into 2. They are, അതൊരു എക്സാം ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി? ഫിസിക്കൽ മാപ്സ് ആൻഡ് കൾച്ചറൽ മാപ്സ്. ഇവിടെ ഫിസിക്കൽ മാപ്സ് എന്ന് പറഞ്ഞാൽ നേച്ചുറൽ ഫീച്ചേഴ്സ് ഉൾപ്പെടുന്നതും കൾച്ചറൽ മാപ്സ് എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് ഫീച്ചേഴ്സ് ഉൾപ്പെടുന്നതുമാണ്. മാപ്സ് റെപ്രസെന്റിംഗ് നേച്ചുറൽ ഫീച്ചേഴ്സ് സച്ച് ആസ് ഫിസിയോഗ്രഫി, ക്ലൈമറ്റ് എക്സെട്ര ആർ കോൾഡ് ഫിസിക്കൽ മാപ്സ്. Maps representing man-made features such as agriculture, industry and political boundaries are called cultural maps. Then അതിനടിയിൽ complete the flowchart and classifying below mention the maps based on function. ഫംഗ്ഷൻ ബേസ്ഡ് മാപ്സിനെ ക്ലാസിഫൈ ചെയ്യണം. പൊളിറ്റിക്കൽ മാപ്പ്, അത് നമ്മൾ കണ്ടെത്തേണ്ടത് മാൻമെയ്ഡ് ആണോ നേച്ചുറൽ ആണോ എന്നതാണ്. പൊളിറ്റിക്കൽ മാപ്പ് മാൻമെയ്ഡ് ആണ്, സോ ഇറ്റ് ഈസ് കൾച്ചറൽ. സോയിൽ മാപ്പ് നേച്ചുറൽ ആണ്, ഫിസിക്കൽ. ക്ലൈമാറ്റിക് മാപ്പ് നേച്ചുറൽ ആണ്, അപ്പോൾ ഫിസിക്കൽ. ആസ്ട്രോണമിക്കൽ മാപ്പ് ഫിസിക്കൽ. വെദർ മാപ്പ് ഫിസിക്കൽ. ഫിസിയോഗ്രഫി മാപ്പ് ഫിസിക്കൽ. ദെൻ അഗ്രികൾച്ചറൽ മാപ്പ് മാൻമെയ്ഡ് ആണ്, സോ ഇറ്റ് ഈസ് കൾച്ചറൽ. ഇൻഡസ്ട്രിയൽ മാപ്പ് മാൻമെയ്ഡ്, കൾച്ചറൽ. നേച്ചുറൽ വെജിറ്റേഷൻ നേച്ചുറൽ ആണ്, സോ ഇറ്റ് ഈസ് ഫിസിക്കൽ. മിലിറ്ററി മാപ്പ്, ലാൻഡ് യൂസ് മാപ്പ്, ഹിസ്റ്റോറിക്കൽ മാപ്പ് ഇവയെല്ലാം മാൻമെയ്ഡ് ആണ്, അതുകൊണ്ട് കൾച്ചറൽ ആണ്. ഇത് നോക്കിയിട്ട് നമ്മൾ അടിയിലുള്ള ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഫിസിക്കൽ മാപ്സ് ആൻഡ് കൾച്ചറൽ മാപ്സ്? റൈറ്റ് 2 എക്സാമ്പിൾസ്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് മാപ്സ് ബേസ്ഡ് ഓൺ സ്കെയിൽ. സ്മോൾ സ്കെയിൽ മാപ്സ് ആൻഡ് ലാർജ് സ്കെയിൽ മാപ്സ്. എക്സാമ്പിൾ, അറ്റ്ലസ് മാപ്പ് ആൻഡ് വാൾ മാപ്പ്. അറ്റ്ലസ് നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള അറ്റ്ലസ് ബുക്ക്. വാൾ മാപ്പ് മീൻസ്
നമ്മൾ തൂക്കിയിടുന്ന മാപ്പ്. ദെൻ ലാർജ് സ്കെയിൽ മാപ്സ്, കഡസ്ട്രൽ ആൻഡ് ടോപ്പോഗ്രഫിക്കൽ മാപ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ടു എക്സാമ്പിൾസ് ഓഫ് സ്മോൾ സ്കെയിൽ ആൻഡ് ലാർജ് സ്കെയിൽ മാപ്സ്. വാട്ട് ഈസ് സ്മോൾ സ്കെയിൽ ആൻഡ് ലാർജ് സ്കെയിൽ മാപ്സ്? ഇനി എന്താണ് നമുക്ക് സ്മോൾ സ്കെയിൽ എന്നും ലാർജ് സ്കെയിൽ എന്നും നോക്കാം. മാപ്സ് ഷോവിങ് ഓൺലി ദ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ഓഫ് ലാർജർ ഏരിയാസ് ആർ കോൾഡ് സ്മോൾ സ്കെയിൽ മാപ്സ്. ഇത് വലിയ പ്രദേശത്തെ വളരെ ചെറുതാക്കി ഒരു പേപ്പർ രൂപത്തിൽ കാണിക്കുന്നതാണ്. ദെൻ മാപ്സ് റെപ്രസെൻറ്റിംഗ് ഡീറ്റെയിൽ ഇൻഫോർമേഷൻ ഓഫ് സ്മോൾ ഏരിയ ആർ കോൾഡ് ലാർജ് സ്കെയിൽ മാപ്സ്. ലാർജ് സ്കെയിൽ മാപ്സ് ഒരു സ്മോൾ ഏരിയയെ വളരെ വലുതാക്കിയിട്ട് നമുക്ക് മാപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഈ പേജിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് സ്മോൾ സ്കെയിൽ ആൻഡ് ലാർജ് സ്കെയിൽ മാപ്സ്? റൈറ്റ് ടു എക്സാമ്പിൾസ്. ഇനി നമുക്ക് എന്താണ് കഡസ്ട്രൽ ടോപ്പോഗ്രഫിക്കൽ മാപ്സ് എന്ന് നോക്കാം. ഇതിൻ്റെ മീനിങ്, കഡസ്ട്രൽ എന്ന് മീൻ ചെയ്യുന്നത് രജിസ്റ്റർ ഓഫ് ടെറിട്ടോറിയൽ പ്രോപ്പർട്ടി എന്നാണ്. കഡസ്ട്രൽ മാപ്സ് ആർ പ്രിപ്പയർഡ് ടു റെക്കോർഡ് ദ ബൗണ്ടറീസ് ആൻഡ് ഓണർഷിപ്പ് ഡീറ്റെയിൽസ് ഓഫ് ലാൻഡ് പ്രോപ്പർട്ടീസ് സച്ച് ആസ് ഫീൽഡ്, ബിൽഡിങ്സ് എക്സെട്ര. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ലാൻഡ് പ്രോപ്പർട്ടീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇത് മെൻഷൻ ചെയ്യുന്നത്. ദീസ് മാപ്സ് ആർ യൂസ്ഡ് അസസ് ദ ലാൻഡ് ടാക്സ് ആൻഡ് ടു ഇൻഡിക്കേറ്റ് ദ ഓണർഷിപ്പ്. ലാൻഡ് ടാക്സ് അസസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഇത് ഉപകരിക്കുന്നു. വില്ലേജ് മാപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കഡസ്ട്രൽ മാപ്പ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഡാഷ് മാപ്പ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് കഡസ്ട്രൽ മാപ്പ് പറഞ്ഞിട്ട് കുറച്ച് മാപ്സിൻ്റെ നെയിംസ് കൊടുത്തിരുന്നു. എക്സാമിന് വന്നതാണ്. അപ്പോൾ കഡസ്ട്രൽ മാപ്പ്. നെക്സ്റ്റ് ടോപ്പോഗ്രഫിക്കൽ മാപ്സ്. These maps show both natural and man-made features in detail. അതൊരു എക്സാം ക്വസ്റ്റ്യൻ ആണ്. വിച്ച് മാപ്സ് ഷോവിങ് ബോത്ത് നാച്ചുറൽ ആൻഡ് man-made features? Topographical maps. Next, map scale. Maps are prepared on specific scales and that are 3 different methods to show the scale. Statement of scale, representative fraction and linear scale. Exam question ആണ്. What are the 3 scales using to measuring the map? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ആൻഡ് ലീനിയർ സ്കെയിൽ. ഇനി എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ എന്ന് നോക്കാം. From these we can easily understand that 1 centimeter on the map represents 5 kilometer on the earth. നമ്മളിപ്പോൾ മാപ്പിൽ നമുക്ക് എർത്തിനെ ഫുൾ കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എർത്തിലെ 5 കിലോമീറ്റർ സ്പേസ് മാപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 1 cm ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 50 കിലോമീറ്റർ ആകുമ്പോൾ 10 cm അങ്ങനെ ആയിട്ട് പോകും. ദ മെറിറ്റ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ദാറ്റ് ഈവൺ എ ലേമാൻ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദിസ്. ലേമാൻ മീൻസ് കോമൺ മാൻ. ഇതൊരു എക്സാം ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇതിൻ്റെ മെറിറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിലിൻ്റേതെന്ന്. അപ്പോൾ ദ മെറിറ്റ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ദാറ്റ് ഈവൺ എ ലേമാൻ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദിസ് മെത്തേഡ്. നെക്സ്റ്റ്, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ 1 cm to 5 km ആണ് പഠിച്ചത്. 5 km മീൻസ് 5 lakhs സെൻറ്റിമീറ്റർ. അതിന് പകരം ആ സെൻറ്റിമീറ്റർ കിലോമീറ്റർ യൂസ് ചെയ്യുന്നതിന് പകരം ഇവിടെ 1:5 lakh അത്രേ ഇതിൽ വ്യത്യാസം വരുന്നുള്ളൂ. The units used for measuring distance are different in different countries. In India, we follow centimeter, meter, kilometer, etc. Whereas units like inch, mile and furlong are followed in the European countries. വ്യത്യസ്ത രാജ്യങ്ങളിലുള്ളവർ വ്യത്യസ്ത രീതിയിലുള്ള മെഷറിംഗ് ഡിസ്റ്റൻസ് ആണ് ഉപയോഗിക്കുന്നത്. അവർക്ക് ഈസി ആക്കാൻ വേണ്ടി മാത്രമാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. Then representative fraction is the ratio between the map distance and corresponding ground distance expressed in fractional form. For example, the statement of scale 1 cm to 5 km can be represented as 1:5 lakh in representative fraction. This proportionate distance can be read in accordance with the units followed in each country. ഓരോ രാജ്യത്തിനും അവരുടെ മെഷറിംഗ് മെത്തേഡിനനുസരിച്ച് ഇത് റീഡ് ചെയ്യാം എന്നതാണ് ഇതിൻ്റെ മെറിറ്റ്. നെക്സ്റ്റ്, ലിനിയർ സ്കെയിൽ, അതർവൈസ് ബാർ സ്കെയിൽ. ഇതൊരു സ്കെയിലാണ്. ഇവിടെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെറിറ്റ് ഓഫ് ലിനിയർ സ്കെയിൽ? ആൻസർ, വെൻ എ മാപ്പ് ഈസ് സബ്ജക്റ്റഡ് ടു എൻലാർജ്മെൻറ്റ് ഓർ റിഡക്ഷൻ ദ ലിനിയർ സ്കെയിൽ വിൽ ഓൾസോ ചേഞ്ച് അക്കോർഡിംഗ്ലി. ദിസ് ഈസ് ദ മെറിറ്റ് ഓഫ് ദിസ് മെത്തേഡ്. ഒരു മാപ്പ് വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുന്നതിനനുസരിച്ച് സ്കെയിലും നമുക്ക് ചേഞ്ച് വരുത്താം എന്നതാണ് ഇതിൻ്റെ മെറിറ്റ്. നെക്സ്റ്റ്, ഹൗ ടു മെഷർ ഡിസ്റ്റൻസ് ഓൺ എ മാപ്പ്. എങ്ങനെയാണ് മാപ്പിൻ്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്? നമുക്കറിയാം, സ്ട്രെയിറ്റ് പ്ലേസസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് റൂളർ ഓർ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാം. അപ്പോൾ കർവ്ഡ് പ്ലേസസ്, റിവേഴ്സ്, റോഡ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം മെഷർ ചെയ്യേണ്ടത് ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്ത് സ്കെയിലിന്മേൽ വെച്ച് അതിൻ്റെ ലെങ്ത്ത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് വേണ്ടത്. നെക്സ്റ്റ്, ഡയറക്ഷൻസ് ഓഫ് ദ മാപ്പ്.
നമുക്കറിയാം 4 മെയിൻ ഡയറക്ഷൻസും 4 സബ് ഡയറക്ഷൻസും ഉണ്ട്. ഈ മാപ്പിൽ കുറച്ച് സിറ്റീസിൻ്റെ നെയിംസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ അതിൻ്റെ ഡയറക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക് തന്നിട്ടുണ്ട്, സൈൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ എ മാപ്പ്. ഇത് നിങ്ങൾ മെഷർ ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, സൈൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ എ മാപ്പ്. ഇവിടെ കുറച്ച് സൈൻസ് ആൻഡ് സിംബൽസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സും ഉണ്ട്. എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത്. നിങ്ങൾക്ക് ഈ പിക്ചറും അതിനെക്കുറിച്ച് എഴുതിയതും കണ്ടാൽ തന്നെ അറിയാവുന്നതാണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഇതിനെ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് പേജ് നമ്പർ 113 ഒരു വർക്ക് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ആ സൈൻസും സിംബൽസും യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ്. ഒപ്പം തന്നെ അതിൻ്റെ ഡയറക്ഷൻസും മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ റീഡിംഗ് മാപ്സ് എന്ന ലെസൺ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു.